അല്ലാഹു അംറമാസിഹ വല്ലാഫിയ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആത്മീയമായ മജ്ലിസ് മദക്കയിൽ നടക്കുകയാണ്. ജലാലിയ റാത്തീബ് ദുആ മജ്ലിസ് വർഷത്തിൽ വിപുലമായി മഹാന്മാരായ സദാത്തുക്കളും ആലിമീങ്ങളും വന്ന് ജലാലിയുടെ വാർഷിക പരിപാടി നടത്താറുണ്ട്. നമ്മളാണ് അത് നടത്തുന്നത്. അതോടൊപ്പം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ മാസത്തിൽ വലിയ വലിയ മാദിഹീങ്ങളെ കൊണ്ടുവന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിച്ച് മൗലിദ് ഓദിച്ച് ദുആ ചെയ്യിപ്പിക്കുന്ന മജ്ലിസ്, അതാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൻഖൂസ് മൗലിദ് നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചു. അത് പൂർത്തിയാക്കും. അഭിവന്യരായ മാദിഹീങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ബുർഉദ്ദ ചൊല്ലി ആരിഫ് സഅദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മൗലിദ് പൂർത്തിയാക്കി മഹാന്മാരായ സാദാത്തുക്കൾ ആലിമീങ്ങളൊക്കെ ദുആ ചെയ്യും. ഇന്ന് നമ്മുടെ വേദിയിൽ അഭിവന്ദരായ ശൈഖുനാ ബാദപ്പുണി ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെങ്ങളിലും റബീഉൽ അവ്വലിന്റെ മാസം മഹാന്മാരായ നമ്മുടെ ഖാദിമാർ, കർണാടകയിലുള്ള നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാദിയായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് സൈനുൽ ഉലമ ഉസ്താദ് മാസം ഉറപ്പിച്ച ആ രാവ് മുതൽ എല്ലാ സ്ഥലങ്ങളിലും മുൻ വർഷങ്ങളെക്കാൾ വിപുലമായി മൗലിദുകളും മദ്ഹുകളും ബുർദകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ മർക്കസിൽ നിന്ന് വരികയാണ്. ഇന്ന് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ ഞങ്ങൾ മസ്ജിദുൽ ഫുതൂഹിൽ നോളജ് സിറ്റിയിലെത്തി. 10,000-കണക്കിന് മാദിഹീങ്ങളും ആയിരക്കണക്കിന് ആലിമീങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ, മഹാന്മാരായ ഔലിയാക്കളുടെ ആധാറുകൾ എല്ലാം സൂക്ഷിപ്പ് സ്വത്തായി വെച്ച ആ സ്ഥലത്ത് സിയാറത്തിന് വേണ്ടി ഇന്നലെ രാത്രി മുതൽ തന്നെ ജനങ്ങൾ അവിടെ ഒഴുകുകയാണ്. ഞങ്ങൾ ഇന്ന് സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവിടെ എത്തിയത്. നോക്കുമ്പോ അവിടെ കാലിടാൻ സ്ഥലമില്ല. ളുഹർ വരെ ശക്തമായ ലൈനിൽ എത്രയോ വലിയ വലിയ സമ്പന്നരായ വലിയ വലിയ കോട്യാധിപതികൾ, വലിയ വലിയ മുതലാളിമാർ, അവർക്ക് വലിയ വലിയ ഫാക്ടറികളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, കമ്പനികളുണ്ട്, ഷോപ്പുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്. അവർ അതൊക്കെ മാറ്റി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറു മുബാറക്, അവിടുത്തെ ആധാറുകൾ, സ്വഹാബത്തിന്റെ ആധാറുകൾ, താബിഈങ്ങളുടെ ആധാറുകൾ കാണാൻ വേണ്ടി തിരക്കുകൂട്ടും. വലിയ വലിയ കടല് പോലെയുള്ള പ്രഗൽഭരായ ആലിമീങ്ങൾ ലൈനിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ മനസ്സ് നിറയുകയാണ്. കണ്ട അനുഭവത്തിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഷഅറു മുബാറക്കിന്റെ ആ സന്തോഷമുള്ള വെള്ളം കുടിച്ച് വന്നപ്പോ തന്നെ മനസ്സിനും ശരീരത്തിനും ഒരു റാഹത്ത് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. നമ്മുടെ ഭൗതിക പാരത്രിക വിജയത്തിന്റെ ആധാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്, ബുർഉദ്ദയാണ്, മൗലിദാണ്. മൻഖൂസ് മൗലിദ് ഒറ്റൊരു വാക്ക് ഞാൻ പറയുന്നു, സംസാരം നീട്ടുന്നില്ല. മൻഖൂസ് മൗലിദ് എല്ലാ വീടുകളിലും പതിവാക്കണം, എല്ലാ കുടുംബങ്ങളിലും അത് പതിവാക്കണം. കാരണം അത് ഉണ്ടാക്കിയ മഹാന്മാർ അതിന് പറ്റിയ അർഹതയുള്ള മഹാന്മാരാണ്. ഒറ്റൊരു വാക്ക് ഞാൻ ചരിത്രങ്ങളിൽ നിന്ന് വായിക്കുമ്പോ എന്റെ അറിവ് പ്രകാരം എനിക്ക് ലഭിച്ചത് മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവർ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് സൈനുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പഠിക്കാൻ പോയപ്പോ അവിടെ ഉസ്താദാകുന്ന സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒരു ഉസ്താദുണ്ട്, ആ ഉസ്താദിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോകണം എന്ന്. ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ
ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് എന്ത് ചെയ്ത് ഒരു അത്ഭുതം കണ്ടു. നീണ്ട ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഖിദ്മത്തൊക്കെ കഴിഞ്ഞ് ഉസ്താദിനെ സന്തോഷിപ്പിച്ച് പൊരുത്തം വാങ്ങി തിരിച്ചു വന്ന് മഹാനായ സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തിയപ്പോ അവിടുന്ന് വിശേഷങ്ങൾ പറയുമ്പോ മഹാനായ സൈനുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുമ്പോ ഒരു അത്ഭുതം എനിക്ക് കണ്ടിട്ടുണ്ട്. അവിടെയുള്ള പുല്ലുകൾ മുഴുവനും തസ്ബീഹ് ചെല്ലുന്നുണ്ട്, പുല്ലുകൾ മുഴുവനും തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അത് ഞാൻ വ്യക്തമായി കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോ ഈ സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു സൈനുദ്ദീൻ എന്ന് പറയുന്ന മുതഅല്ലിമായ വിദ്യാർത്ഥിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഒരു പുല്ല് തസ്ബീഹ് ചെല്ലുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഖദറുള്ള ആളാണ്. അതുകൊണ്ട് മാ അൻത ബിഖാദിമിൻ ബൽ അൻത മഖ്ദൂം, നിങ്ങൾ ഇനി ഖാദിമാവേണ്ട ആളല്ല, ഖിദ്മത്ത് ചെയ്യപ്പെടേണ്ട ആളാണ്. അങ്ങനെയാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് ആ തറവാടിന്, ആ കുടുംബത്തിന് പേര് വന്നത് എന്ന് ചരിത്രം കാണാം. അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ മൻഖൂസ് മൗലിദ് അത് നമുക്ക് വലിയ ആവേശമാണ്, നമുക്ക് വലിയ അഭിമാനമാണ്. അത് നമ്മുടെ രോഗങ്ങൾക്കുള്ള, വിഷമങ്ങൾക്കുള്ള, കടങ്ങൾക്കുള്ള, ടെൻഷനുള്ള പരിഹാരം കൂടിയാണ്. അല്ലാഹു ഈ മജ്ലിസ് ആ രൂപത്തിൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇവിടെ മാദിഹീങ്ങൾ ആരിഫ് സഈദ് ഉസ്താദ് ബഡ്കൽ കഴിഞ്ഞ ദിവസം ദാറുൽ അശ്അരിയയിൽ വാർഷിക ബുർദ മജ്ലിസിന് നേതൃത്വം നൽകിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. എല്ലാവരുടെയും ഖൽബ് മദീനയിലേക്ക് എത്തി. അതുപോലെ നമ്മൾ അറിയുന്ന രൂപത്തിൽ ആ ബുർദ ചൊല്ലുക ഒന്നിച്ച്. ഇനി അറിയുന്നില്ലതിന്റെ ജവാബാകുന്ന മൗലായ ചൊല്ലി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ മർഹൂം സുരുവൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ച നവംബർ 14, 15 തീയതികളിൽ നടക്കുകയാണ്. ആണ്ട് നേർച്ച നവംബർ 14, 15 വ്യാഴം വെള്ളി 2 ദിവസങ്ങളിലായി മഹാനായ സുരുവൽ ഉസ്താദിന്റെ 23ാമത്തെ ആണ്ട് നേർച്ച കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആ 2 ദിവസത്തെ ആണ്ട് നേർച്ചയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് തങ്ങൾ പിന്നെ സംസാരിക്കും. നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെടണം. റബീഉൽ അവ്വൽ 12-ന് പുലർച്ചെ 4 മണിക്ക് എല്ലാ മഹല്ലുകളിലും മജ്ലിസ് ഉണ്ട്. ഈ ഭാഗങ്ങളിലുള്ള മജ്ലിസുകളിലൊക്കെ നിങ്ങൾ സഹകരിക്കണം. ദാറുൽ അശ്അരിയന്റെ പരിസരത്തുള്ളവരൊക്കെ 4 മണിക്ക് നടക്കുന്ന അവിടുത്തെ മജ്ലിസിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് അവറുകൾ ഉംറ ഉദ്ദേശിച്ചിട്ടുണ്ട്. മഖ്ബൂലാകുന്ന രീതിയിലുള്ള ഉംറ, മർളിയായ സിയാറ ആഫിയത്തോടുകൂടെ തങ്ങൾക്കും തങ്ങളെ കൂടെ ഉള്ളവർക്കും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമുക്കും ഈ മാസം ഇങ്ങനെയുള്ള മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന കാരണം കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കുടുംബത്തോടൊപ്പം മദീന കാണണം. അതിനുള്ള ഒരു കാരണമായി ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.